കോടീശ്വരന്മാരെ. ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണമില്ല. ഇതാണ് ജനങ്ങൾ സ്വപ്നം കണ്ട ഡോക്ടർ, ജനകീയ ഡോക്ടർ, നീതിമാനും സത്യസന്ധനുമായ, ഉപ്പ് തിന്നിട്ടില്ലാത്ത മടിയിൽ കനമില്ലാത്ത കഠിനാധ്വാനിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഇദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥതയും സിസ്റ്റത്തിന്റെ ദൗർബല്യവും എല്ലാം തുറന്നു കാട്ടാനുള്ള ചങ്കൂറ്റം കാണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം 2010 5 ലക്ഷം പ്രതിമാസ സാലറിയിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാർ തിരിച്ചു വരണമെന്ന അഭ്യർത്ഥന കൊണ്ട് മാത്രമാണ് അദ്ദേഹം താൻ പഠിച്ച അതേ മെഡിക്കൽ കോളേജിൽ സാധാരണ ജനങ്ങൾക്ക് സേവനം നൽകാനായി വെറും 30,000 രൂപയ്ക്ക് അദ്ദേഹം വീണ്ടും ജോലിയിൽ തിരിച്ചു പ്രവേശിച്ചത്. ഇപ്പോഴും അദ്ദേഹം ഒരു ചെറിയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഞായറാഴ്ചകളിലും ഡ്യൂട്ടിക്ക് വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. ഇതേപോലത്തെ ആത്മാർത്ഥമായി കഠിനാധ്വാനിയായ ഡോക്ടർമാരെയാണ് ജനങ്ങൾക്ക് ആവശ്യം. നാളത്തെ ഡോക്ടേഴ്സ് ഡേയിൽ ഏറ്റവും വലിയ സല്യൂട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഡോക്ടറിനെയാണ്. നമ്മുടെ സിസ്റ്റത്തെ തന്നെ പൊളിച്ചെഴുതാനുള്ള കാരണമായി മാറിയിരിക്കുകയാണ് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഗവൺമെന്റ് സർവീസിൽ എന്നോടൊപ്പം ഉള്ളവരെല്ലാവരും ഗവൺമെന്റ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരെ. ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണമില്ല. എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഗവൺമെന്റ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെന്റിന് സർവീസ് കൊടുക്കണം എന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്തത്.